എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധ്യാപകർക്ക് നീറ്റ് കോച്ചിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചിങ് പെഡഗോഗിയിൽ പഠിപ്പിക്കാനായിട്ട് മിനിമം എത്ര മണിക്കൂർ വേണം എന്ന് എൻ്റെ അടുത്ത് പല അധ്യാപകരും ചോദിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ +1 ബയോളജി നീറ്റ് ആസ്പിരൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും സബ്ജക്റ്റ് വൈസ് നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെ എത്ര മണിക്കൂർ പഠിക്കാൻ ആകും അല്ലെങ്കിൽ പഠിക്കാൻ എടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ബയോളജിയിൽ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ആ ലിവിങ് വേൾഡ് എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ഇപ്പൊ ഹെഡിങ്ങിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയും, ബീങ് അലൈവ് വാട്ട് ഡസ് ഇറ്റ് മീൻ. കുറച്ചും കൂടിയും ഒരു എന്താണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും ഫിലോസഫിയിലേക്ക് പോകുന്നില്ല. 5 മണിക്കൂർ സമയമാണ് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ ഒരു ചാപ്റ്റർ എടുത്തു തീർക്കാനായിട്ട് മെയിനായിട്ടും വേണ്ടി വരുന്നത്. അതേപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഏറ്റവും അവസാനത്തെ 2 കിങ്ഡമാണ്, നമുക്ക് 3 കിങ്ഡം ആണ് ഏറ്റവും രസകരമായിട്ടുള്ള കിങ്ഡം അല്ലെ. ഒരെണ്ണം എന്ന് പറയുന്നത് അവര് പ്രൊഡ്യൂസേഴ്സ് ആണ്, അതാണ് പ്ലാന്റ് കിങ്ഡം. രണ്ടാമത്തെ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആണ്, നമ്മളൊക്കെ അടങ്ങിയിട്ടുള്ള അനിമൽ കിങ്ഡം. അതുപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡീകമ്പോസേഴ്സ് ആണ്. അപ്പൊ ഒരു കൈപ്പത്തി പോലത്തെ ഒരു പടം വരച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. 6 മണിക്കൂർ സമയമാണ് നമുക്ക് ആ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് കുറച്ച് ബോറടിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, കാരണം ശാസ്ത്രീയ നാമങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഏകദേശം 8 മണിക്കൂറോളം സമയമാണ് നമ്മൾ നീറ്റ് കോച്ചിങ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ഒരു ടൈം പീരീഡ് 8 hours. അതുപോലെ നാലാമത്തെ ചാപ്റ്റർ ഉണ്ട് അനിമൽ കിങ്ഡം. കുറച്ചും കൂടി കൂടുതൽ നമുക്കറിയാം, നമ്മൾ യൂകാരിയോട്സ് പ്രോകാരിയോട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അത് കഴിഞ്ഞാൽ നമ്മുടെ പോലെ നട്ടലുള്ള ജീവികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂറോളം നമുക്ക് ഈ അനിമൽ കിങ്ഡത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് വരും. ഇതൊക്കെ +1 ബയോളജിയുടെ ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതന്നെ നമുക്കൊരു 22 ചാപ്റ്റർ വരുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോയില് ഈ 22 ചാപ്റ്ററിന് എത്ര ടൈം പീരീഡ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. എൻ്റെ ചെറുപ്പത്തില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ആ ഒരു ചെമ്പരത്തിയുടെ പൂവിന്റെ പടം വരയ്ക്കുകയും അതിൻ്റെ അടിയിലത്തെ ഒരു തണ്ടുണ്ട്. അപ്പൊ PC തോമസിന്റെ കോച്ചിങ് സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സാറ് പറയും പെഡങ്കിൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരാണ്. അപ്പൊ വേറൊരുത്തൻ അവിടെ ഉറങ്ങിയിരുന്നിട്ട് ഡൗട്ട് ചോദിച്ചതാ, പെഡങ്കിൾ പോലെ ആന്റി ഉണ്ടോ, അങ്കിളും ആന്റിയും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ 6ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ പറയുന്നത് അനാറ്റോമി ഓഫ് ദ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പൊ 5ാമത്തെയും 6ാമത്തെയും എന്ന് പറയുമ്പോൾ എന്തായി, മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റും അതുപോലെ അനാറ്റോമി ഓഫ് എ ഫ്ലവറിങ് പ്ലാന്റ്. ഇവിടെയും ഏകദേശം ഒരു 8 മണിക്കൂറോളം സമയം നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരുന്ന ഒരു രീതിയാണ് അവലംബിക്കേണ്ടത്. ഇനി 7ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് ആണ്. അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മമാലിയ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് നമ്മൾ മനുഷ്യന്മാർ കൊണ്ടുവരുന്നതൊക്കെ. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ സമയം വരും. എന്നാലാണ് നമുക്ക് ചാപ്റ്റർ നമ്പർ 7
സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച് തീർക്കാനായിട്ട് സാധ്യമാവുക. അതേപോലെ 8ാമത്തെ ചാപ്റ്റർ വളരെ രസകരമായ ചാപ്റ്റർ ആണ്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. സെല്ലിനെ കുറിച്ച്, സെല്ലിന്റെ ഉള്ളിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ ആണ് 8ാമത്തെ ചാപ്റ്റർ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. രസകരമായിട്ട് മൈറ്റോകോൺട്രിയനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്ന മൈറ്റോകോൺട്രിയ. നമുക്ക് ഏകദേശം 7 മണിക്കൂറോളം സമയമാണ് ഈ ചാപ്റ്റർ നമ്പർ 8 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി 9ാമത്തെ ചാപ്റ്റർ കുറച്ചും കൂടിയും ഈസി ഉള്ള ഒരു ചാപ്റ്റർ ആണ്, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവിതത്തിന് ആവശ്യമായിട്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള മോളിക്യൂൾസ്. നമുക്കറിയാം പ്രോട്ടീൻസ് ഒക്കെ അതിൻ്റെ ഒരു ഗണത്തിൽ വരുന്നതാണ്. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഇതിന്റെ സ്ട്രക്ചർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3D ഡയഗ്രാംസ് ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാനായിട്ട് വരും. 7 മണിക്കൂറാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ആവശ്യം വരാം. ഇനി 10ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അവിടെയാണ് നമുക്ക് മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മൈറ്റോസിസ് ആൻഡ് മിയോസിസ് അല്ലെ. അപ്പൊ ആ ചാപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ആണെങ്കിൽ പോലും 6 മണിക്കൂറാണ് ഈ ചാപ്റ്റർ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരുന്ന ടൈം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഏകദേശം ഒരു ദിവസം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് മോർണിംഗിൽ ഒരു 3 അവേഴ്സും ഉച്ചയ്ക്ക് നമ്മളൊരു 3 അവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. 11ാമത്തെ ചാപ്റ്റർ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. നമുക്കറിയാം മനുഷ്യന്റെ ബോഡിയിലത്തെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അല്ലേ. അതേപോലെ പ്ലാന്റില് എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫിനോമിന നടക്കുന്നത്, ഇതും നമുക്ക് ഏകദേശം കാലത്തും ഉച്ചയ്ക്കും 3 അവേഴ്സ് വെച്ച് 6 അവേഴ്സിന്റെ ലെക്ചർ കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി 12ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്, മിനറൽ ന്യൂട്രിയൻസ് എന്നാണ് പറയാം. നമുക്കറിയാം മനുഷ്യനായാലും അതുപോലെ മൃഗങ്ങൾക്കായാലും പ്ലാന്റ്സിനായാലും ഒക്കെ ഈ ന്യൂട്രിയൻസ് അതിന്റെ അളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ന്യൂട്രിയൻസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബോഡി റിയാക്ട് ചെയ്യും. പ്ലാന്റ്സിനും അതെ അത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാവും. ഇത് നമുക്ക് ഏകദേശം ഒരു 1 ഡേ, അതായത് 6 അവേഴ്സിന്റെ ഒരു ലെക്ചർ ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്ക് തീർക്കാവുന്നതാണ്. 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആണ്. നമുക്കറിയാം ചെടികളിൽ നമുക്ക് ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ ഇതിന്റെ ഒരു സഹായം കൊണ്ട് ആ ഗ്രീൻ കളർ ഉണ്ടാവുന്നു. ആ ഗ്രീൻ കളർ എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഘടകം, അതായത് നമ്മൾ എലിമെന്ററി ഘടകം നോക്കുകയാണെങ്കിൽ അതിന്റെ ഈ ക്ലോറോഫിലിന്റെ നടുക്ക് മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് 8 മണിക്കൂർ സമയമെടുത്ത് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൻ്റെ ഉള്ളിലത്തെ ഗാർഡ് സെൽസ് ഓപ്പൺ ചെയ്യും, ഗാർഡ് സെൽസ് ക്ലോസ് ചെയ്യും. രസകരമായിട്ട് നമുക്കത് പഠിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. 14ാമത്തെ ചാപ്റ്റർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ഇൻഹേൽ ചെയ്യുന്നു ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ, അതേപോലെ തന്നെ അവര് ഓക്സിജൻ കൊടുക്കുന്നു അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് മരം ഒരു വരം എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിനും അതെ, ഒരു ദിവസം 6 മണിക്കൂർ സമയമുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് തീർക്കാവുന്നതാണ്. അടുത്തത് 15ാമത്തെ ചാപ്റ്റർ ആണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്തിന് നമുക്ക് വേണ്ടതാണ് ഗ്രോത്ത് ഹോർമോൺസ് അല്ലെ. ഗ്രോത്ത് ഹോർമോൺസ് ഇല്ലാത്ത ആൾക്കാര്, ഡോർമിനന്റ് ആയിട്ടുള്ള മനുഷ്യന്മാര് ഡ്വാർഫ് ഉണ്ട്. ചിലവർ കളിയാക്കി പറയും കുട്ടി മനുഷ്യൻ എന്നൊക്കെ അല്ലെ. നമ്മള് ഈ സർക്കസിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില ജോക്കറൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. അതേപോലെ ഡ്വാർഫിസം എന്ന് പറയുന്നത് മനുഷ്യന്മാരിലും മൃഗങ്ങളും അതുപോലെ പ്ലാന്റ്സിലും ഉണ്ടാവും. ഇപ്പൊ അത് ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള രീതികളിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആൽമരം ഒരു ചട്ടിയിലാക്കി വെക്കാൻ പറ്റും.
അപ്പൊ അതിനെ കുറിച്ചൊക്കെയും നമ്മൾ പ്ലാന്റിന്റെ ഗ്രോത്തും അതുപോലെ ഡെവലപ്മെന്റിനെ കുറിച്ചും നമുക്കൊരു 6 മണിക്കൂർ 6 hours ക്ലാസ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി 16ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ അല്ലെ, അത് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കണം. അതുപോലെ അബ്സോർബ് ചെയ്യാൻ മനുഷ്യന്റെ ചെറുകുടലിൽ നമുക്ക് വില്ലസ് ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ റൂട്ട് നോഡ്യൂൾസിലെ പ്ലാന്റിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയാസ് അല്ലെ, റൈസോബിയം, റൈസോപോറസ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഡൈജഷനും അബ്സോർപ്ഷനും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 16. അതിനും നമ്മൾ ഏകദേശം ഈ പറയുന്ന പോലെ 1 day, അതായത് 6 hours ക്ലാസ്, ലെക്ചർ ക്ലാസ് നന്നായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 17ാമത്തെ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. അത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. മനുഷ്യന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എയർ ആണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. അപ്പൊ അതിൽ ഓക്സിജന്റെ അളവുണ്ട്. ഓക്സിജന്റെ അളവ് കുറയുന്ന ടൈം പീരീഡ്, ഇപ്പൊ കോവിഡിന്റെ ടൈം പീരീഡ് ഒക്കെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇല്ലേ. കൊച്ചുകുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ പറയുന്ന ശ്വാസകോശത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിമിഷ്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെബുലൈസേഷൻ, നെബുലൈസർ വീട്ടിലൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ഒക്കെ ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റും. ഇനി അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂർ തന്നെയാണ് കേട്ടോ. ഇനി 18ാമത്തെ ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. മനുഷ്യന്റെ ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, തലയിലൊക്കെ ക്ലോട്ട് ആയി കഴിഞ്ഞാൽ നമ്മള് ഹാമറേജ് എന്ന് പറയും അല്ലെ. ബ്ലഡിന്റെ കഞ്ചക്ഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മരുന്ന്, ആസ്പിരിൻ എന്നുള്ള മരുന്നൊക്കെ കഴിക്കും. കഴിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ ചോര പൊട്ടി കഴിഞ്ഞാൽ ചോര ചീറ്റി പോകും അല്ലെ. അപ്പൊ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. 6 മണിക്കൂർ തന്നെയാണ് ഇത് പഠിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാ. ചാപ്റ്റർ നമ്പർ 19 എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. സാധാരണ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ കന്നുകാലികളുടെ എക്സ്ക്രീഷൻ, നമ്മൾ ചാണകം പറയും അല്ലെ. ഇതൊക്കെയും വളമായിട്ട് പിന്നെയും നമ്മൾ എഗ്രികൾച്ചറിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ കൊണ്ടുവരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിന്റെ അപ്ലിക്കേഷൻ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എലിമിനേഷൻ, ഡിസ്പോസൽ, സീവേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് 19ാമത്തെ ചാപ്റ്റർ. 6 മണിക്കൂർ, അതായത് ഒരു ദിവസം തന്നെ പഠിച്ചാൽ ക്ലിയർ ആവുന്നതാണ്. ഇനി 20ാമത്തെ ചാപ്റ്റർ ആണ് ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. നമുക്ക് മനുഷ്യനെ അറിയാം, ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, കാല് കൊണ്ട് നമ്മൾ നടക്കുന്നു അല്ലെ. ബോഡിയിലുള്ള മൂവ്മെന്റ്സ് നമുക്കുണ്ട്, നമുക്ക് ശരീരത്തിലെ കുറെ ബോൺസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്പർ 20. അതിന് നമുക്ക് ഒരു ദിവസം 6 മണിക്കൂർ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പഠിപ്പിക്കാനായിട്ട്. 21ാമത്തെ ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് മൂവ്മെന്റ്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രെയിനിലെ ന്യൂറോൺസ് ആണ്. പി.സി. തോമസിന്റെ അവിടെ പഠിക്കുമ്പോൾ തമാശയ്ക്ക് സാറ് പറയും, ഒരുത്തൻ്റെ അടുത്ത് ചോദിച്ചതാണ് കിഡ്നിയിൽ എന്താന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ന്യൂറോൺ ആണ്. അപ്പൊ പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ കിഡ്നിയിലെ ന്യൂറോണും ബ്രെയിനിലെ നെഫ്രോൺ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കി ശകാരിച്ചു. പിന്നീട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പിന്നെ അത് മാറിയില്ല. എല്ലാവരും കൃത്യമായിട്ട് ന്യൂറോൺസിന്റെ ഉള്ളിൽ ആക്സോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡെപ്ത് ആയിട്ട് പിന്നീട് പഠിക്കാനായിട്ട് പറ്റി. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ആണ് കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും അതെ, നമ്മളൊരു 6 മണിക്കൂർ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള ബയോളജിയുടെ 22 ചാപ്റ്റേഴ്സ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഓൺ ആൻ ആവറേജ് എല്ലാ ചാപ്റ്ററിലേക്കും നമ്മൾ 6 മണിക്കൂർ, അതായത് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കണം അല്ലെ. അപ്പൊ ഒന്ന് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഈ 22 ചാപ്റ്റർ പഠിക്കാനായിട്ട് നമ്മൾ 6 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 22 ദിവസം നമ്മൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു മാസത്തിലത്തെ 22 ഡേയ്സ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് 132 hours ആ ഒരു ഫസ്റ്റ് ഇയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ 132 ഡേയ്സ്, അതായത് 22 ദിവസമാണ് നമ്മൾ നമ്മുടെ ടീച്ചിങ് പ്ലാനിൽ നമ്മൾ ബയോളജിയുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. താല്പര്യമുള്ള സെന്ററുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് തന്നെ നമുക്ക് ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞിട്ട് 2 ടീച്ചർമാരൊക്കെ വെച്ച് നമ്മൾ പഠിപ്പിക്കുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലൂടെ തന്നെ നമ്മൾ പോകുന്നു. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ 22 ഡേയ്സ് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ദെൻ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ലക്ക്.